ഇന്നൊരു വല്ലാത്ത പണി തന്നെയാണ് കിട്ടിയത്. അല്ലെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ജീവജാലങ്ങളെ വളർത്തുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടുന്നതാണ് മെനക്കേടെന്ന് പറയുന്ന സാധനം. ഞാൻ കഴിഞ്ഞ ദിവസം ബ്രീഡിങ്ങിന് വേണ്ടി ഇട്ടിരുന്ന വൈറ്റ് മോളികളാണ് കേട്ടോ. അവരുടെ ആ ഒരു ടാങ്കിലോട്ടാണ് ഈ കുഞ്ഞെലി വന്ന് വീണേക്കുന്നത്. എങ്ങനെ വീണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും അവനെ ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ മറവ് ചെയ്യണമല്ലോ. ഹരി ഓടിക്കളിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഹരിയുടെ കണ്ണിയും കാലും ഒന്നും എത്താത്തടുത്ത് വേണം ഇനിയിപ്പോൾ ഇതിനെ മറവ് ചെയ്യാനും ഇതിനു വേണ്ടി ഉപയോഗിച്ച സാധനങ്ങളെല്ലാം കൊണ്ട് കളയാനും. ചത്ത് കിടക്കുന്നത് എലിയായത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു കേട്ടോ. എലിപ്പനിയും കൂടെ വന്നുള്ള അവസ്ഥ ഓർത്തേ. ഇനിയിപ്പോൾ ഇവനെ നന്നായിട്ട് തന്നെ മറവ് ചെയ്യാം. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ പറഞ്ഞ പോലെ ഒരിക്കൽ ജീവിച്ചിരുന്ന ജീവനായതുകൊണ്ട് എല്ലാ ജഡങ്ങളെയും നമ്മൾ മാനിക്കേണ്ടതുണ്ട്. വീടിൻ്റെ പുറകിലായിട്ടൊരു കുഴിയെടുത്ത് അതിനെന്തായാലും അതിലിട്ട് മൂടി. ഇനിയിപ്പോൾ അവൻ അവിടെ അന്ത്യവിശ്രമം കൊള്ളട്ടെ. ഇനിയിപ്പോൾ ടാങ്കിലെ വെള്ളം ക്ലീൻ ചെയ്തിട്ട് മീനുകളെ വീണ്ടും ടാങ്കിലേക്ക് തന്നെ ഇടണം. അവർ ബ്രീഡിങ്ങിന് വേണ്ടി ഇട്ടായത് കൊണ്ട് തന്നെ ഇങ്ങനെ വെള്ളം മാറുമ്പോഴത്തേക്ക് ഇനി എന്താകുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴേ അവർക്ക് ഹൈഡ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പെന്നി വേർട്ട് ചെടികൾ ഞാൻ ടാങ്കിൽ വെക്കുന്നത്. വെള്ളം മാത്രം ആവശ്യമുള്ള ഈ ചെടികൾ നന്നായിട്ട് ടാങ്കുകളിൽ വളരും. ഞാൻ മിക്കവാറും ടാങ്കുകളിൽ ഉപയോഗിക്കുന്നത് ഈ പെന്നി വേർട്ട് തന്നെയാണ്. ഇനി ഈ ടാങ്കിലേക്ക് പുതിയ വെള്ളം നിറച്ച് ഈ മാറ്റിയിട്ടിരിക്കുന്ന നമ്മുടെ മോളി പെയേഴ്സിനെ എടുത്ത് വീണ്ടും പഴയതുപോലെ തന്നെ ടാങ്കിലേക്ക് ഇടാം. കൂട്ടത്തിൽ നമ്മുടെ ചെടിയും. ഇനി ഇവർ ബ്രീഡാവട്ടെ, കുഞ്ഞുങ്ങളുണ്ടാവട്ടെ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ഫ്രണ്ട്സ്. ഓക്കെ, ബൈ.